ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ താക്കണ ഗേസ്, ഞങ്ങൾക്ക് നല്ല മഴയാണ് കേട്ടോ. അതായത് പെരും മഴയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടോ നിന്ന് പെയ്യുന്ന മഴ തോരാതെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മഞ്ഞുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മഴയൊന്നും തോന്നണമെന്നില്ല, പക്ഷെ നല്ല പെരും മഴയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ആ മഴൻ്റെ ഇതൊക്കെ ചോർന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ കൂടലുണ്ട് കേട്ടോ, കയറി താമസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ റിച്ചോനെ നമുക്ക് എടുത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മഴ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തു നിന്ന് കേട്ടോ. അപ്പോൾ ഇതാക്കണം വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ വൈകുന്നേരം തന്നെ രാവിലെ തൊട്ടേ നല്ല മഴയാണ്. വൈകുന്നേരം തന്നെ നമ്മളെന്താക്കി ഏകദേശം മഴ തോർന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ വന്നത് കേട്ടോ. അങ്ങനെ ആ വണ്ടിയിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുത്തുമോനാണ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണവൻ്റെ പാൻറ്റുമ്മലും കാൽമലൊക്കെ ചളിയായിട്ടോ. ഒരു കുപ്പി വെള്ളം എടുത്തുങ്ങാണ്ട് ഓന് കഴുകാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണവന് കഴുകിങ്ങാണ്ട് ഇതാക്കണ കയറി കേട്ടോ. ഞാനും സച്ചൊക്കെ പിന്നെ കാൽമ ചളിയില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ കയറി കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ കുടിരിക്കലിൻ്റെ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാക്കണ ഓരോടക്ക് അങ്ങോട്ട് കയറുന്ന അവിടെ പിന്നെ ഏകദേശം അവിടെ എത്തിട്ടോ. അങ്ങനെ അപ്പം ഉണ്ടോ മഴയാണ്, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മഴ തോരൻ തന്നെ അല്ലട്ടെന്ന്. അങ്ങനെ ഇതാക്കണേ പിന്നെ അവിടെ എത്താനായിട്ടോ. അപ്പോൾ വേറെ ആരുതല്ല, ഇവിടെ സെല്ലിൻ്റെ ഏട്ടൻ്റെ ഒക്കെ പിന്നെ വീട്ടിൽ കൂടലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അങ്ങനെ വീട്ടിൽ കൂടലിന് അവിടെ എത്തിട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഈ മഴ ആയത് കാരണം പിന്നെ അതുമല്ല സെലിക്ക് പിന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെ സെല്ലിനെ കിട്ടിയിട്ടില്ല. എന്നാണ് റിച്ചുവിനെ കൊണ്ടുവരേണ്ടതുകൊണ്ട് അവനക്ക് വയ്യാത്തതുകൊണ്ട് ഓനെ കൊണ്ടുവരേണ്ടതുകൊണ്ട് എന്താക്കി വണ്ടി തന്നെ വേണേനു കേട്ടോ. അങ്ങനെ ഇതാക്കണ വീട്ടിൽ കൂടലിൻ്റെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്പോൾ ഇതാക്കണ റിച്ചുവിനെ കൊടുക്കണ നമ്മളിവിടെ സോഫ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അങ്ങനെ കൊടുന്നിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാനും അവനങ്ങനെ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ അധികം വലിയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പിന്നെ ചെറുതായിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലും ഞാനും മക്കളും തന്നെ ആയിരിക്കും ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ അധികം ആളുകളൊന്നുമില്ല. അങ്ങനെ ഇതാക്കണം അനിയനും വൈഫും അമ്മായിമ്മയും അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ അനിയനൊക്കെ പിന്നെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ നേരെ താഴെ അനിയൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാക്കണം പിന്നെ ചായയൊക്കെ ഇവിടെ എടുത്താൽ നിൽക്കണം കേട്ടോ. അങ്ങനെ നിൽക്കണം, ഞാൻ പിന്നെ ചായ കുടിക്കാറില്ല. അങ്ങനെ നിൽക്കണ കട്ടൻ ചായ പിന്നെ 6 നമ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കണം എല്ലാവരും മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നിൽക്കണം ഓരോരുത്തർ ചായയൊക്കെ കുടിക്കണം കേട്ടോ. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് ബേക്കറി തൊട്ട് നോക്കിയിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കണം അവരൊക്കെ കുടിക്കട്ടെ വിചാരിച്ചു. പിന്നെ നമ്മൾ ഏസനെ ഒന്ന് എടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഏസ ജന്മന നമ്മളെ കയ്യിലേക്ക് വരുന്നില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ചില നേരം അതിന് അങ്ങനെയാണ് കേട്ടോ. ആരടുത്തേക്കും വരുമൊന്നുമില്ല, ഓളെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓനെ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഒന്നാമത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയ മക്കളല്ല അങ്ങനെ വരുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ എടുക്കാൻ നോക്കിയിട്ട് എന്താ പറയുക, ഓള് വരാത്തതുകൊണ്ട് അങ്ങനെ എന്താക്കി പിന്നെ അവിടെ നിന്ന് അങ്ങനെ വേണ്ട. പിന്നെ ഇവിടെ താത്ത അങ്ങനെ അടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ആകെ ഞങ്ങളും പിന്നെ താത്താൻ്റെ വീട്ടുകാർ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും വന്നിട്ടില്ല. മരുവിനാണ് ഇവിടെ പരിപാടി ഉള്ളത് കേട്ടോ. അപ്പോൾ റിച്ചു മോൻ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, പിന്നെ മോനും അതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം ഇവിടെ പിന്നെ അലുവയാണ്, പിന്നെ അലുവ തേങ്ങ പിന്നെ ഈത്തപ്പഴം അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ സെറ്റാക്കി ഇങ്ങനെ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. കാരണം മരുവിന് ഉസ്താദ് വന്ന് ഇവിടെ നിന്ന് നിസ്കരിച്ച് പിന്നെ ഒന്ന് ദ്വയർന്ന് പിന്നെ മൗലൂദും കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം പിന്നെ പാൽ ചായയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചോറ് വെക്കുന്നത് താത്താൻ്റെ ഉപ്പ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാക്കണ ചോറൊക്കെ അവിടെ അങ്ങനെ പിന്നെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് തന്നെ ചോറ് മതിയല്ലോ. അപ്പോൾ ഇതാ ആളുകളും അങ്ങനെ എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ മരുപ്പ് വാങ്ങി കൊടുക്കുമ്പോഴൊക്കെ വരും തോന്നണം കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ താത്താൻ്റെ മോളെ പഠിപ്പിച്ച അവിടുന്ന് ഉസ്താദാണ് കേട്ടോ വരുന്നത് മരുവിന്. അപ്പോൾ ഇതാക്കണ പിന്നെ ഇവിടുത്തെ ഉസ്താദിനെ വിളിച്ചിരിക്കണം, ഇവിടെ പള്ളിയിലത്തെ ഉസ്താദിനെ വിളിച്ചിരിക്കണം. അങ്ങനെ ഇതാക്കണം എല്ലാവരും അങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇവിടെ ഇതാക്കണം പായും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണം കേട്ടോ. അതായത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് വരുമ്പോഴത്തേനും അതൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ ഉസ്താദ് വന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നിസ്കരിക്കാൻ ഉസ്താദ് പിന്നെ നമ്മളെ കിബിലേക്ക് എങ്ങോട്ടാണൊക്കെ നോക്കി അങ്ങനെ എന്തൊക്കെ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ റെഡി ആവണുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ കുറേ ആളുകളൊക്കെ ഇവിടെ റൂമിലേക്കാണ്. പിന്നെ റിച്ചു മോനും അവിടെ സോഫമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നിസ്കരിക്കണതിന് നേരെ മുന്നിലാണ് കേട്ടോ അവനിരിക്കേണ്ടത്. അപ്പോൾ എന്താക്കി അവനക്ക് നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എല്ല് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല.
അങ്ങനെ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എന്താക്കി ഇവിടെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൗലൂദ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ചായ കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന നല്ല പാൽ ചായയും പിന്നെ അലുവയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എന്താക്കി അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. പിന്നെ ആ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാക്കണ പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ചോറ് വിളമ്പാണ് കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ അച്ചാർ, പപ്പടം, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാക്കണ പിന്നെ അതൊക്കെ വിളമ്പി കണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉസ്താദും കുറച്ച് ആളുകളും നമ്മളകത്ത് തന്നെയാണ് ടേബിൾ മേലാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ആളുകൾ അതാക്കണ പിന്നെ നമ്മളെ പുറത്ത് ടേബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ ഇരുത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഏകദേശം ആളുകളൊക്കെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മളറിയുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പിന്നെ അവർ കുറച്ച് ആൾക്കാരാട്ടോ, നമ്മളെ ആൾക്കാർ കുറച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച്. പിന്നെ നാളെ ഉണ്ട് ഇപ്പോൾ ഫങ്ഷന്. അപ്പോൾ അത് പിന്നെ പകലാട്ടോ, അതായത് ഉച്ചക്കാണ്. ഇത് പിന്നെ മഗ്‌രിബിന് ശേഷമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ആളുകൾക്കും തന്നെ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കാരണം വണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാവരും അടുത്തുള്ള ആളുകളൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണ എല്ലാവരും ഇവിടെ പിന്നെ ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ സഭയിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് സ്ഥലമില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനും റിച്ചുമോനെ ചോറ് കൊടുക്കാതെ എനിക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും റിച്ചും പിന്നെ ഇവിടെ ഇപ്പുറത്തും ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഉള്ളത്തെ പിന്നെ മേശമേലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കയറി താമസമാണ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അത് ഉച്ചക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇപ്പം നമുക്ക് 3 ദിവസമായിട്ട് തന്നെ കേട്ടോ പരിപാടി, ഇങ്ങനെ പോക്കും വരവൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചായിട്ട് നമുക്ക് തന്നെ കേട്ടോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് നമുക്ക് വരിക പോവുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്നത്. അങ്ങനെ ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ പുതിയ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാക്കട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പിന്നെ നല്ല രസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി ചൊളിവിൽ ഒരു വീഡിയോ കണ്ടെടുത്തു കേട്ടോ. അപ്പം നല്ല ഭംഗിയിട്ട് ആ ഒരു ലൈറ്റിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും അങ്ങനെ പോകുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഏകദേശം നല്ല ഉറക്കം വന്നിക്കണം കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ കുറേ ചളി വാരി എറിഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പിന്നെ 5 കൂടിക്കഴിഞ്ഞാൽ ചിലവള 6 വർത്തമാനം കൊണ്ട് വർത്തമാനേക്കാർ കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീട്ടുകൂടൽ റാത്തായിയാണ് കഴിഞ്ഞു. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത്.